ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കുടുംബ യൂണിറ്റിലെ സ്ത്രീകൾ ഒരുമിച്ച് പള്ളി വൃത്തിയാക്കാൻ വന്ന ഘട്ടത്തിൽ ആ യൂണിറ്റിൽ തന്നെയുള്ള മറ്റൊരു സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ അവരെന്നോട് പങ്കുവെക്കുകയായിരുന്നു. അവരുദ്ദേശിക്കുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് മദ്യപാനിയാണ്, തികഞ്ഞ മദ്യപാനിയാണ്. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് മദ്യപിച്ചു വന്ന് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ആ വീടിന് കാര്യമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നത് ആ മനുഷ്യന്റെ ഒരു പതിവായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന സ്ത്രീകൾ പറഞ്ഞു, അച്ഛാ, അവളെ വിളിച്ചൊന്ന് ചോദിക്കണം, അവളോട് അച്ഛനൊന്ന് സംസാരിക്കണം, അവളുടെ വീട്ടിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഞാൻ ആ സ്ത്രീകളോട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവൾ എന്നോട് വന്ന് സംസാരിക്കട്ടെ. ആ സ്ത്രീ എന്നോട് സംസാരിച്ചതിന് ശേഷം ആ വിഷയത്തിൽ ഞാൻ ഇടപെടാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ആ സ്ത്രീ വന്നില്ല. പിന്നീട് ആ പള്ളിയിൽ നിന്ന് ഞാൻ മറ്റൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകാൻ ഘട്ടത്തിൽ ഈ സ്ത്രീ പള്ളി വൃത്തിയാക്കാനൊക്കെ ആയി വന്ന സമയം ഞാൻ ആ സ്ത്രീയെ തനിച്ച് വിളിച്ച് ചോദിച്ചു, ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയേറെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടും ഒരിക്കൽ പോലും വികാരിയായി എന്നോട് വന്നിട്ട് ഒരു വിഷമോ പരാതിയോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അന്നേരം ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ സ്ത്രീ ആ ഭർത്താവിൻ്റെ പേര് ഉദ്ധരിച്ചുകൊണ്ട് ചോദിച്ചു, ചേട്ടനെ എൻ്റെ ചേട്ടനെ, ഭർത്താവിനെ അച്ഛൻ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, സ്നേഹിക്കുന്നുണ്ട്. കാരണം ആ മനുഷ്യനെ ഞാൻ കാണാറുണ്ട്, മദ്യപാനിയാണെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾ സംസാരിക്കുകയും വലിയ അടുപ്പമൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പൊ ആ സ്ത്രീ പറയുകയാണ്, ഞാൻ വന്ന് എൻ്റെ ഭർത്താവ് എന്നെയും മക്കളെയും ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു, വീട് തല്ലി തകർക്കുന്നു എന്നൊക്കെ അച്ഛനോട് ഞാൻ പറഞ്ഞാൽ അച്ഛൻ എന്താ തോന്നുക? ഞാൻ ചോദിച്ചു, എനിക്ക് എന്താ തോന്നുക? ആ സ്ത്രീ പറഞ്ഞു, അച്ഛന് എൻ്റെ ഭർത്താവിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥത, നീരസം, ഒരു ഇഷ്ടക്കേട് അച്ഛനുണ്ടാവും. ഞങ്ങളോടൊരു സഹതാപം അച്ഛന് തോന്നുമായിരിക്കും, പക്ഷേ അതേസമയം ഭർത്താവിനോട് ചെറിയൊരു ഇഷ്ടക്കേട്, ഒരു സ്നേഹക്കുറവ് അച്ഛന് വരും. അത് ശരിയല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അത് ശരിയാ. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരുപാട് സഹിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അവരെ വേദനിപ്പിക്കുന്നവരോട് നമുക്കൊരു ചെറിയ അമർഷവും അസ്വസ്ഥതയും രൂപപ്പെടും. മറ്റുള്ളവരോട്, സഹിക്കുന്ന നമ്മുടെ സുഹൃത്തിനോട് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമുക്കൊരു സഹതാപം തോന്നുകയും ചെയ്യും. എന്നിട്ട് ഈ സ്ത്രീ എന്നോട് പറയുകയാണ്, എന്തിനാണ് എൻ്റെ ഭർത്താവിനെ അച്ഛൻ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, ഞാനായിട്ട് എന്തിനാ എൻ്റെ ഭർത്താവിനെ മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പിക്കുന്നത്? ഞങ്ങൾ എന്തായാലും ഇത് സഹിക്കണം, ഞങ്ങൾക്ക് ഒരു സഹനമാണ്, അത് ഞങ്ങൾ എന്തായാലും സഹിക്കണം. പക്ഷെ എൻ്റെ ഭർത്താവിനെ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായിട്ട് ഞാൻ ചിത്രീകരിക്കുന്നത്? ആ മനുഷ്യന് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അച്ഛനോ മറ്റുള്ളവരൊക്കെ ഒന്ന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോട്ടെ എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറയുന്നവരാ. എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, ഭാര്യ ഇങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്, മാതാപിതാക്കൾ എങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളവരോട് പറയുന്നേ, പുറത്തുള്ളവരോടാണ് പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും കുറ്റങ്ങളും കുറവുകളും. എന്താ സംഭവിക്കുന്നത്? നമ്മളെ കേൾക്കുന്നവർ നമ്മളോട് സഹതപിക്കുമായിരിക്കും, പക്ഷെ അതേസമയം നമ്മളെ ആരാണോ വേദനിപ്പിക്കുന്നത് അവരോടൊരു അമർഷവും ദേഷ്യവും വെറുപ്പും അവരുടെ മനസ്സിൽ രൂപപ്പെടും. അത് ഇല്ലാതാക്കിക്കൂടെ എന്നാണ് ആ സ്ത്രീ എന്നോട് ചോദിച്ചത്. വളരെ ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ സ്ത്രീയുടേത്. എനിക്ക് തോന്നുന്നു ആ സ്ത്രീയുടെ മക്കൾ പോലും ഒരിക്കലും അവരുടെ അപ്പനെ കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് വന്ന് പറയാമല്ലോ, പപ്പ മദ്യപാനിയാണ്, അസ്വസ്ഥത ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവരൊരിക്കലും പറയാറില്ല. കാരണം അവർ അമ്മയെ കണ്ടാ പഠിക്കുന്നേ. അപ്പോൾ വലിയൊരു പാഠമാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ നോമ്പ് കാലത്തിലാണ് വലിയ ആഴ്ചയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കുറ്റങ്ങൾ പറയാതിരിക്കുക. കുറ്റങ്ങളില്ലാത്തത് കൊണ്ടല്ല, കുറവുകളില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അത് പറയുന്നില്ല. കാരണം അത് പറയാതിരിക്കുമ്പോൾ ആ മനുഷ്യന്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക്, ആ പുരുഷന്, ആ മകന് മറ്റാരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, നമ്മളായിട്ട് എന്തിനത് തടസ്സപ്പെടുത്തുന്നു? അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കുറ്റം പറയലുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന മനോഭാവങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാമെന്നാണ് തോന്നുന്നത്. ഈ നോമ്പുകാലം തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. നോമ്പുകാലത്ത് മാത്രമല്ല, എക്കാലത്തും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു തത്വമാണ് ആ സ്ത്രീ എന്നെ പഠിപ്പിച്ചിട്ട് പോയതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ട്. അത് വ്യത്യാസമൊന്നുമില്ല. എല്ലാവരിലും കുറ്റങ്ങളുമുണ്ട്, കുറവുകളുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്.
പലരും അത് തിരുത്തി മുന്നോട്ട് വരണമെന്നുണ്ട്, പക്ഷെ സമൂഹം അംഗീകരിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ, ഇടവയാകുന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളുടെ കുറ്റങ്ങളോ കുറവുകളോ മറ്റുള്ളവരോട് പങ്കുവെച്ച് അവരെ പൊതുസമൂഹത്തിന് മുമ്പിലോ ബന്ധുമിത്രാദികളുടെ മുമ്പിലോ കുറവുള്ളവരാക്കി ചിത്രീകരിക്കുന്ന മനോഭാവം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഒരു അമ്മ, ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ത്രീ നല്ലൊരു അമ്മ കൂടിയാണ്. കാരണം മക്കളുടെ മുമ്പിൽ ഒരിക്കലും അപ്പനെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ അവൾ തയ്യാറല്ല. മക്കൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ, പക്ഷെ അവൾ ഒരിക്കലും സ്വന്തം ഭർത്താവിനെ കുറിച്ച്, മക്കളുടെ പിതാവിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നില്ല. അങ്ങനെ മക്കളുടെ ഉള്ളിൽ പിതാവിനെ കുറിച്ചുള്ള വെറുപ്പ് അവൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല. അത് വലിയൊരു കാഴ്ചപ്പാടാണ്. അപ്പം അതുകൊണ്ട് നമുക്കും മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങാം. നന്മയില്ലാത്ത ആരും തന്നെയില്ല. എത്ര വലിയ മദ്യപാനിയാണെങ്കിലും കുറവുകളുള്ളവരാണെങ്കിൽ പോലും എന്തെങ്കിലും നന്മയില്ലാത്തൊരു മനുഷ്യൻ ഭൂമിയിലില്ല. അപ്പം അതുകൊണ്ട് ആ നന്മകളെ പ്രതി അവരെ സ്നേഹിക്കാൻ, പരിഗണിക്കാൻ, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനൊക്കെ അനുവദിക്കുക എന്ന് പറയുന്നത് വലിയ കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവത്തോടുള്ള, മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെയും വലിയൊരു അടയാളമായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കാനും അങ്ങനെ നമ്മുടെ ഈ നോമ്പുകാലവും തുടർന്ന് വരുന്ന ജീവിത കാലഘട്ടവും ഒരു നവീകരണം വഴി കൂടുതൽ മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുന്നവരും നന്മ കേൾക്കുന്നവരുമായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.